എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി കുക്കിൽ ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ഫ്ലേവറിലുള്ള വെജിറ്റേറിയൻ ഡിഷാണ് ബ്രിഞ്ചാൾ ഇൻ ഹോട്ട് ഗാർലിക് സോസ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ രുചികരമായ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് ഈസി കുക്കിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ, എങ്ങനെയാണ് അത് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട പ്രധാന ചേരുവ ബ്രിഞ്ചാൾ, കത്രിക്ക, അത് മെറൂൺ നിറത്തിലുള്ള നല്ല കത്രിക്ക സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, തക്കാളി അതിൻ്റെ കുരു കളഞ്ഞ മാംസം മാത്രം സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക്, ഉപ്പ്, കോൺഫ്ലവർ, സോയാബീൻ സോസ്, ടൊമാറ്റോ സോസ്, റിഫൈൻഡ് ഓയിൽ, ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രിഞ്ചാളിൻ ഹോട്ട് ഗാർലിക് സോസിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകൾ. നമുക്കിനി ഇത് റെഡിയാക്കാം. അതിന് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്യുക. വെളുത്തുള്ളിയുടെ രുചിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രിഞ്ചാൾ വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ ലവേഴ്സിന് ഒരു ചൈനീസ് ഫ്ലേവറിലുള്ള ഡിഷ് കഴിക്കണമെന്ന് തോന്നുമ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രിഞ്ചാളിൻ ഹോട്ട് ഗാർലിക് സോസ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക്ക് സ്വല്പം കൂടുതലിടുക. കാരണം ഗാർലിക്കിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ടേസ്റ്റുമാണ് മുന്നിൽ നിൽക്കേണ്ടത്. അടുത്ത് ചേർക്കേണ്ടത് പച്ചമുളകാണ്. അടുത്ത ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത സവാള ഒത്തിരി വാടുകയൊന്നും വേണ്ട, നമ്മൾ വഴലുമൊന്നും വേണ്ട. സവാള അതിൻ്റെ ആ പച്ച ഇതിൽ തന്നെ നമ്മുടെ ഈ ബ്രിഞ്ചാളിൻ്റെ കൂടെ കടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ബ്രിഞ്ചാളിന് വലിയ വേവൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ സവാള ആദ്യമേ ചേർത്തത്. അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ബ്രിഞ്ചാളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പം നമ്മുടെ ഈ ബ്രിഞ്ചാളിന് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അത് പെട്ടെന്നൊന്ന് നമ്മുടെ എണ്ണയ്ക്കകത്ത് പെട്ടെന്ന് സോട്ടാവുകയും ചെയ്യും. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. പിന്നെ ചേർക്കേണ്ടത് സോയാബീൻ സോസാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസാണ്. അപ്പം ടൊമാറ്റോ സോസും സോയാബീൻ സോസും ഒക്കെയാണ് നമ്മുടെ ചൈനീസ് ഡിഷുകൾക്ക് ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഡിഷ് ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ചേർക്കേണ്ട തക്കാളിയാണ്. അപ്പം നമ്മൾ ഈ ഡിഷിന് ഒത്തിരി നേരം വേവിച്ച് ഇതിൻ്റെ കളറൊന്നും കളയരുത്. ചേർക്കേണ്ട തക്കാളിയാണ്. ചേരുവയൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത് അല്പം കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവർ ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഗ്രേവി ആക്കണമെങ്കിൽ ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കുക, അത് ഒഴിക്കുക. നമ്മൾ ഡ്രൈ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അല്പം കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്യുകയാണ്. നമ്മൾ ഏത് ഡിഷിനും ഗ്രേവിക്കൊക്കെ തിക്കനിങ് കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ് നമ്മുടെ ഈ കോൺഫ്ലവർ. ഡിഷ് റെഡിയായി കഴിഞ്ഞു. കണ്ടല്ലോ എന്ത് കളർഫുള്ളായി ഡിഷെന്ന്. തക്കാളിയും നമ്മുടെ ഈ ബ്രിഞ്ചാളിൻ്റെ ഈ വയലറ്റ് നിറമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. ബ്രിഞ്ചാളും തക്കാളിയും കാപ്സിക്കവും സവോള എല്ലാം കൂടി ഗാർലിക് സോസിൻ്റെ അകത്ത് നല്ല മിക്സായി നല്ല മണവും നല്ല രുചിയും കാണാനും ഭംഗിയുള്ള ഡിഷാണ് ഇന്നത്തെ ഈസി കുക്കിൽ റെഡിയായിരിക്കുന്നത്. റെഡിയായി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ഡിഷ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ രുചികരവും കാണാൻ വളരെ ഭംഗിയുള്ളതുമായ ഡിഷുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.